എനിക്കൊന്ന് കുമ്പസാരിക്കണം. ആ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. അതെ, ഇന്നലെ ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് പുള്ളി എന്നെ ഒന്ന് ട്രൈ ചെയ്തു. ഞാനൊന്നും എടുത്തില്ല. ഒരു മൂടുണ്ടായില്ല. എനിക്കത് ഭയങ്കര ഷോക്ക് ആയപ്പോഴും തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി പോയത്. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. സൂര്യൻ പുറകോട് വെച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് മറ്റതിന്റെ അസുഖം, മറ്റതിന്റെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്. എത്രയോ പ്രണയങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അതിൽ 49 എണ്ണവും ഇതുപോലെ ചീറ്റിപ്പോയിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ നമുക്ക് അവിടെ കളാം. അപ്പം നോ എസ് ഓർ നോ എന്ന് പറയാനല്ല പറഞ്ഞു. നോ എന്ന് പറഞ്ഞ അത്ര. കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. കുറച്ച് കഴിഞ്ഞത്തേക്കും പുള്ളി വന്ന് റൂമിൽ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ 2 കയ്യിൽ പോക്കറ്റിലൊക്കെ കയറ്റി ഈ CID സ്റ്റൈലിലൊക്കെ കയറി ഇങ്ങനെ വന്ന് ചൊറിഞ്ഞു. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, പേടിക്കരുത്. പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗവനിക്കേണ്ടവരെയൊക്കെ ഗവനിക്കണം, മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു, പ്ലീസ് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ തനിയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വണ്ടിയിലോട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ അറിഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, മണിയമ്പിള രാജേട്ടനെ എൻ്റെ വണ്ടിയെ കയറ്റി വിട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എൻ്റെ മനസ്സ് പറയണു. മിനു ഹസ്ബൻഡ് അവിടെ ഗൾഫിലാണ്. എങ്ങനെ കാര്യങ്ങളൊക്കെ പോകണു, ഹസ്ബൻഡുകളെ എങ്ങനെ ജീവിക്കുന്നത്, ബുദ്ധിമുട്ടാകത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പച്ചയായിട്ട് എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. എൻ്റെ പൊന്നിയായിട്ട് ഇപ്പൊ ടെക്നോളജീസ് ഒക്കെ വളരെ വലുതായി. കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. തെറ്റേറ്റ് പറയാൻ ഒരാള് കൂടെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. ഒരാള് കൂടെ ഉണ്ടല്ലോ. സുഗതൻ എന്തിയേ? ഇതുണ്ടായത് ഇടവേള ബാബു പറഞ്ഞു, എന്നെ വന്ന് പരിചയപ്പെട്ടു. ആദ്യത്തെ സിനിമയല്ലേ, എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ പല നേട്ടങ്ങളുണ്ടാവും. സിനിമയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഫ്ലാറ്റിലോട്ട് പോവാൻ ഞാൻ ഫോം തരാന്ന് പറഞ്ഞു. സുഗതൻ പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. സുഗതൻ അന്യന്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു. ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസ് ആയിട്ട് എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു. അപ്പോഴും തള്ളി വിട്ടു. അപ്പോൾ പറഞ്ഞു, അല്ല അതിനിപ്പോൾ എന്താ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെ ഞാൻ ഞാൻ പോകുന്നു. ബൈ ബൈ.